രാമായണം വെറുമൊരു പുരാതന ഇതിഹാസമല്ല, അതൊരു കണ്ണാടിയാണ്. യുദ്ധങ്ങൾക്കും കൊട്ടാരക്കെട്ടുകൾക്കും അപ്പുറം മനുഷ്യബോധത്തിന്റെ അഗാധമായ ഒരു ഭൂപടം അതിലുണ്ട്. ഉദാത്തനായ രാമൻ മുതൽ 10 തലയുള്ള രാവണൻ വരെയുള്ള ഓരോ കഥാപാത്രവും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. ഇന്ന് നമ്മൾ രാമായണത്തിലെ നിഗൂഢമായ പ്രതീകങ്ങളെ വിശകലനം ചെയ്യുകയും ഈ നിത്യഹരിത കഥ നിങ്ങളുടെ ആത്മാവിന്റെ യാത്രയെ എങ്ങനെ പ്രതിനിധീകരിക്കുന്നുവെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ദശരഥ മഹാരാജാവിലൂടെയാണ്. 10 രഥങ്ങളെ നിയന്ത്രിക്കുന്നവൻ എന്നാണ് ആ പേരിന്റെ അക്ഷരാർത്ഥം. പ്രതീകാത്മകമായി പറഞ്ഞാൽ അദ്ദേഹം മനുഷ്യശരീരത്തെയും 10 ഇന്ദ്രിയങ്ങളെയുമാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും കാഴ്ച, ഗന്ധം തുടങ്ങിയവയും 5 കർമ്മേന്ദ്രിയങ്ങളും. ശ്രീരാമൻ ആത്മാവിനെ അഥവാ പരിശുദ്ധമായ ചൈതന്യത്തെ പ്രതീകപ്പെടുത്തുന്നു. അദ്ദേഹം ധർമ്മത്തെയും ഓരോ മനുഷ്യനും തേടിക്കൊണ്ടിരിക്കുന്ന പരമാനന്ദത്തെയും പ്രതിനിധീകരിക്കുന്നു. സീത ഹൃദയത്തെയും ഉന്നതമായ ബുദ്ധിയെയും പ്രതിനിധീകരിക്കുന്നു. ആത്മഭക്തിയുടെ ശക്തിയും ആത്മാവിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്ത മായാശക്തിയുമാണ് സീതാദേവി. ലക്ഷ്മണൻ ഏകാഗ്രമായ മനസ്സും ചഞ്ചലമല്ലാത്ത ഇച്ഛാശക്തിയുമാണ്. ജീവിതമാകുന്ന വനവാസത്തിനിടയിലെ പോരാട്ടങ്ങളിൽ ആത്മാവിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ജാഗ്രതയാണ് അദ്ദേഹം. രാമൻ ആത്മാവാണെങ്കിൽ രാവണൻ അഹംഭാവം അഥവാ ഈഗോ ആണ്. രാവണന്റെ 10 തലകൾ 5 ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള ശ്രദ്ധാശൈഥില്യങ്ങളെയും ദൈവത്തിൽ നിന്ന് നാം വേറിട്ടവരാണെന്ന മിഥ്യാധാരണയുണ്ടാക്കുന്ന മനസ്സിന്റെ 5 പ്രവണതകളെയുമാണ് സൂചിപ്പിക്കുന്നത്. രാവണന്റെ സഹോദരനായ കുംഭകർണൻ മനസ്സിന്റെ ഇരുണ്ട വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതായത് തമോഗുണം അല്ലെങ്കിൽ ജഡത്വം, അലസത, അജ്ഞത, ആത്മീയമായ ഉറക്കം എന്നിവയുടെ പ്രതീകമാണദ്ദേഹം. അഹംഭാവത്തെ പരാജയപ്പെടുത്താൻ നമുക്ക് ഹനുമാനെ ആവശ്യമാണ്. അദ്ദേഹം പ്രാണനെയും അച്ചടക്കമുള്ള മനസ്സിന്റെ കരുത്തിനെയും പ്രതിനിധീകരിക്കുന്നു. ആത്മീയ സാധനയിലൂടെ ഹനുമാനെപ്പോലെ കരുത്താർജിക്കുന്ന മനസ്സിന് ലൗകിക മോഹങ്ങളാകുന്ന സമുദ്രം ചാടിക്കടക്കാനും ഹൃദയത്തെ ആത്മാവുമായി പുനഃസമാഗമിപ്പിക്കാനും സാധിക്കും. രാമായണം ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ തന്നെ.